മുത്തുനബി തങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്, ജീവിതത്തിൽ പകർത്തേണ്ട ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ഒരാളെയും ദ്രോഹിക്കാതിരിക്കുക, ആർക്കും വേദനകൾ കൊടുക്കാതിരിക്കുക, മറ്റുള്ളവരെ നബിതങ്ങൾ പഠിപ്പിച്ചതിലെ ഏറ്റവും മനോഹരമായ ഒരു സന്ദേശം അത്തബസ്സുമു സ്വദഖ, പുഞ്ചിരി ദാനമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുതിയ കാലം ആളുകൾക്ക് മുഖത്തോട് മുഖം നോക്കി ചിരിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം. ഓർത്തു നോക്കൂ, നമ്മുടെ മനസ്സുകൾ തമ്മിൽ അകലുകയാണ്. ഈ പുണ്യ റബീഉ നമ്മുടെ മനസ്സുകൾ ചേരാൻ ഉപകരിക്കണം. മനസ്സുകൾ ചേർന്നിരിക്കട്ടെ. മറ്റുള്ളവരെ നോക്കി സ്നേഹത്തിൻ്റെ ഒരു പുഞ്ചിരി എറിയാൻ നമുക്ക് കഴിയണം. സ്നേഹം കൊടുക്കണം, സ്നേഹം തിരിച്ചു വാങ്ങണം. സലാം കൊടുക്കുന്ന പോലെ അസ്സലാമു അലൈക്കും എന്ന് അങ്ങോട്ട് കൊടുത്താൽ വഅലൈക്കുമുസ്സലാം എന്നു മാത്രമല്ല, ആ കൂട്ടത്തിൽ വറഹ്മത്തുള്ളാഹി വബറകാതുഹു കൂടുതൽ ലഭിക്കും എന്ന പോലെയാ സ്നേഹം കൊടുത്താലാണ് തിരിച്ചു കിട്ടുക. ഇന്ന് ആളുകൾ സ്നേഹം കൊടുക്കാൻ മടിയാണ്, എന്നാൽ താൻ സ്നേഹിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നു. അത് വിരോധാഭാസമാണ്. മറ്റുള്ളവർക്ക് കൊടുക്കണം, നമ്മൾ സ്നേഹം കൊടുക്കണം, എന്നിട്ട് സ്നേഹം തിരിച്ചു മേടിക്കണം. കൊടുത്തു വാങ്ങാൻ നമ്മൾ പരിശീലിക്കണം. കൊടുക്കാൻ ഒരു പിശുക്കും കാണിക്കരുത്, ഒരു മടിയും ഉണ്ടാകരുത്. നമ്മൾ ഹൃദയം തുറന്ന് സ്നേഹിക്കണം. സ്നേഹങ്ങൾ അതിരുവിടുന്നൊരു കാലം അല്ലേ? ഇന്ന് പുതിയ ചിന്താഗതികൾ മനുഷ്യനെ പിടികൂടുന്നൊരു കാലമാണ്. സ്നേഹങ്ങളൊക്കെ വഴിമാറി സഞ്ചരിക്കുന്നു. ഇന്നത്തെ സ്നേഹങ്ങൾ യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹമില്ല, മാതാപിതാക്കളോടുള്ള സ്നേഹമില്ല, ഗുരുനാഥന്മാരോടുള്ള സ്നേഹവും ആദരവും കൈമോശം വന്നുപോയിരിക്കുന്നു. ഇന്ന് സ്നേഹങ്ങളൊക്കെ പ്രണയങ്ങൾക്ക് വഴിമാറി. കോളേജുകളിൽ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനത്തേക്കാൾ കൂടുതൽ മിടുക്ക് പുതിയ തലമുറ കാണിക്കുന്നത് പ്രണയങ്ങൾക്ക് വേണ്ടിയുള്ള നീക്കിവെക്കുകളാണ്. ദുഃഖമുണ്ട്. LGBTQ ഒരുപാട് പുതിയ തരത്തിൽ പ്രണയങ്ങൾ അതിരുവിട്ടുകൊണ്ടിരിക്കുന്നു. സ്വവർഗാനുരാഗം, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ സമീപനങ്ങൾ, വിവാഹം കഴിച്ചുകൊണ്ട് മാന്യമായി നിക്കാഹ് ചെയ്ത് വിവാഹം കഴിച്ച് ജീവിക്കുന്നതിനു പകരം പുതിയ ചിന്താധാരകൾ നമ്മുടെ പുതിയ തലമുറയെ പിടികൂടുന്നു. സങ്കടത്തോടെ നമുക്കത് പറയാൻ കഴിയൂ. പുതിയ ചിന്തകൾ നമ്മുടെ മക്കളെ വഴിതെറ്റിക്കുകയാണ്. സ്നേഹങ്ങൾ കുടുംബത്തിനകത്ത് അതിരുകളില്ലാത്ത സ്നേഹങ്ങൾ നടക്കണം. നന്മകളുടെ പരിശീലന കേന്ദ്രം നമ്മുടെ വീടുകളാവണം. അള്ളാഹുവിനെയും പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പഠിക്കേണ്ടതും പകർത്തേണ്ടതും വീടുകളിൽ നിന്നാവണം. ആ അനുഭവം നമ്മുടെ വീടുകളിൽ നിന്ന് ലഭിക്കണം. പണ്ടൊക്കെ നമ്മൾ ഓർത്തു നോക്കൂ, എത്രയെത്ര മൗലിദിൻ്റെ മജ്ലിസുകൾ വീടുകളിൽ ഉണ്ടാകുമായിരുന്നു. മുത്തുനബി തങ്ങളുടെ മദ്ഹിനെ പാടിപ്പറയുന്ന സദസ്സുകൾ, ഒന്നിച്ച് മൗലായ ചെല്ലുന്നവർ അല്ലേ, ഒന്നിച്ച് മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവർ, ഒന്നിച്ച് നിസ്കരിക്കുന്ന കുടുംബം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന കുടുംബം, ഒന്നിച്ച് യാത്ര ചെയ്യുന്ന കുടുംബം, അവിടെ ദീൻ വളരും. വീടുകളിൽ നിന്ന് ഇത്തരമുള്ള നന്മയുള്ള അനുഭവങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ അവർ പുറത്തുനിന്നുള്ള സന്ദേശങ്ങളെ സ്വീകരിക്കാൻ തുടങ്ങും. ഇന്നൊരുപാട് ചിന്താധാരകൾ നമ്മുടെ മക്കളെ പിടികൂടുന്നു. അള്ളാഹു കാക്കുമാറാവട്ടെ.